നമ്മൾ ഡാവിഞ്ചി റിസോൾവ് 20യുടെ ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഒരു ക്ലാസ് ചെയ്യുകയാണ്. ഡീപ്പായിട്ടുള്ള ക്ലാസ്സുകളല്ല, ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക അല്ലേ. ഇവിടെ നമ്മൾ ന്യൂ പ്രൊജക്റ്റ് എന്നൊരു ഓപ്ഷൻ കണ്ടോ. ഈ ഒരു ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോജക്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ട്യൂട്ടോറിയൽ 1 എന്ന് എന്തെങ്കിലും പേര് കൊടുത്തിട്ട് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ ചേഞ്ച് ലൊക്കേഷൻ എന്ന് കണ്ടോ. ഇവിടെ നമുക്ക് ചേഞ്ച് ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഡബ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു ഫോൾഡറിലേക്ക് മാറും. ഇപ്പോൾ ഞാനത് ഡിഫോൾട്ടായിട്ട് തന്നെ വിടുകയാണ്. ജസ്റ്റ് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാവിഞ്ചി റിസോൾവ് ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരും അല്ലേ. ഡാവിഞ്ചി റിസോൾവ് സ്റ്റുഡിയോ ആണെങ്കിലും ഫ്രീ വേർഷൻ ആണെങ്കിലും ഇതേപോലെ ആയിരിക്കും ഓൺ ആയിട്ട് വരിക. ഓക്കെ, ഇത് നമ്മൾ കട്ട് പേജിലായിരിക്കും ഉണ്ടാവുക. കട്ട് പേജും മീഡിയ പേജും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഡയറക്റ്റ് നമുക്ക് എഡിറ്റ് പേജിൻ്റെ അകത്തേ പോകും. അതായത് തുടക്കക്കാരൻ എപ്പോഴും എഡിറ്റ് പേജ് ആയിരിക്കും നന്നാവുക. ഓക്കെ, എഡിറ്റ് പേജിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കുറച്ച് മീഡിയാസ് ആവശ്യമുണ്ട്. എന്താണ് മീഡിയ? നമുക്ക് എഡിറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാത്തിനും കൂടെ പറയുന്ന പേരാണ് മീഡിയ. അപ്പോൾ നമുക്ക് മീഡിയാസ് ആവശ്യമുണ്ട്. എങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്യുക? നമുക്ക് ഇവിടെ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ മീഡിയ പൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. കാണുന്നില്ലേ? ഇതിൻ്റെ അകത്ത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇതാ ഇമ്പോർട്ട് മീഡിയ. കമാൻഡ് ഐ ആണ് ഷോർട്ട് കട്ട്. വിൻഡോസിലാകുമ്പോൾ കൺട്രോൾ ഐ ആണ് ഷോർട്ട് കട്ട്. ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയേ. അപ്പോൾ ഒരു ഫോൾഡർ ഓപ്പൺ ആയിട്ട് വരില്ല. ഇതേപോലെ നമുക്ക് ഈ ഫോൾഡറിൻ്റെ അകത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ഫോൾഡേഴ്സ് ഉള്ള ഒരു ഫൈൻഡർ ഓൺ ആയിട്ട് വരും. ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട വീഡിയോസ് ഇവിടേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ കുറച്ച് വീഡിയോസ് ഇവിടുന്ന് സെലക്ട് ചെയ്തു. എന്നിട്ട് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോസ് ഒക്കെ ഇവിടേക്ക് ഇമ്പോർട്ട് ആവും. നോക്കാം. ഇപ്പോൾ ഇമ്പോർട്ട് ആകുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും ചേഞ്ച് പ്രൊജക്റ്റ് ഫ്രെയിം റേറ്റ് എന്ന് ചോദിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം. നമ്മളിപ്പോൾ ആഡ് ചെയ്തേക്കുന്ന ആദ്യത്തെ വീഡിയോയുടെ ഫ്രെയിം റേറ്റിനനുസരിച്ചുള്ള ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ചേഞ്ച് കൊടുക്കാം, ഡോണ്ട് ചേഞ്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഡോണ്ട് ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഡോണ്ട് ചേഞ്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ കണ്ടോ, ഇവിടെ നമുക്ക് ടൈം ലൈൻ ക്രിയേറ്റ് ആയിട്ടില്ല. അതിനർത്ഥം നമുക്ക് സ്വന്തമായിട്ട് ഈ ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യണം. ഇതിപ്പോൾ പലതരത്തിലുള്ള റെസൊല്യൂഷനും പലതരത്തിലുള്ള ഫ്രെയിം റേറ്റുള്ള വീഡിയോസാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടെ. അപ്പോൾ നമുക്കതിനെ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് റൈറ്റ് സൈഡിൽ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. വീഡിയോ, ഓഡിയോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ആയിട്ട് ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ 30 ഫ്രെയിം റേറ്റിൽ വരുന്ന ഒരു ഫുൾ HD വീഡിയോ ആണ്. 1080 1020. ഇനി അടുത്തൊരു വീഡിയോ ക്ലിക്ക് ചെയ്ത് നോക്കാം. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന്. അതിൽ മാറ്റമൊന്നുമില്ല, സെയിം ആണ്. ഇനി അടുത്തത് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അവിടെ മാറ്റം വന്നു അല്ലേ. എന്താണ്? 4Kയിൽ 24 ഫ്രെയിമിൽ വരുന്നൊരു വീഡിയോ ആണ്. അടുത്ത വീഡിയോ കണ്ടോ, അതിൻ്റെ അകത്ത് ഓഡിയോ കൊടക്കൊന്നും മാറിയില്ലേ. ഓഡിയോയുടെ സാമ്പിൾ റേറ്റ് ഒക്കെ മാറി. പിന്നെ അടുത്തത് എടുത്ത് നോക്കുകയാണെങ്കിൽ അതേപോലെ വീണ്ടും HD ആയി. അങ്ങനെ പലതരത്തിലുള്ള വീഡിയോസാണ് ഇതിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള റെസൊല്യൂഷനിലൂടെ ഒരുമിച്ചാക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻ അത് 4Kയിൽ എടുക്കണോ HD എടുക്കണോ നമുക്ക് തീരുമാനിക്കാം. ആ രീതിയിൽ ടൈം ലൈൻ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടൈം ലൈനിൽ വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റ് ന്യൂ ടൈം ലൈൻ എന്ന് കാണാൻ പറ്റും. കണ്ടോ? അതിന് പകരം നമുക്ക് കമാൻഡ് N അല്ലെങ്കിൽ വിൻഡോസിലാണെങ്കിൽ കൺട്രോൾ N അടിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് കട്ടാണ് കേട്ടോ. ഇതേപോലെ ഓൺ ആയിട്ട് വരും. അപ്പോൾ നമുക്കിവിടെ ഇഷ്ടമനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് പ്രൊജക്ട് സെറ്റിംഗ്സ് എന്ന ഈ ഓപ്ഷൻ കണ്ടോ, ഇതൊന്ന് അൺചെക്ക് ചെയ്യുക. ഇവിടെ ഫോർമാറ്റിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അവിടെ റെസൊല്യൂഷൻ ഞാനിപ്പോൾ 4K ആക്കുകയാണ്. റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ ഫ്രെയിം റേറ്റ് ഞാനിവിടെ 24 തന്നെ ലീവ് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ 30 ഇടാം, 60 ഇടാം. ഇതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് ഡാവിഞ്ചി റിസോൾവ് ഡീപ്പായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ വെബ്സൈറ്റ് ത്രൂ ഒരു പെയ്ഡ് കോഴ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡാവിഞ്ചി റിസോൾവ് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഓൺലൈനിൽ ലൈവായിട്ടും പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്, ഓൺലൈൻ വെബ്സൈറ്റ് ത്രൂവും പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഡീറ്റെയിൽസും അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ക്രിയേറ്റ് ബട്ടൺ കൊടുക്കുകയാണ്. ക്രിയേറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പ്രോജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയി. കണ്ട, ഒരു ടൈം ലൈൻ ക്രിയേറ്റ്. ഇതിലിപ്പോൾ ഒരു ഓഡിയോ ട്രാക്കും ഒരു വീഡിയോ ട്രാക്കും ഉണ്ട്. ഇനി പുതിയൊരു ഓഡിയോ ട്രാക്കോ വീഡിയോ ട്രാക്കോ നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആഡ് ട്രാക്ക് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ തയ്യാറായി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വീഡിയോസ് ഇമ്പോർട്ട് ചെയ്യണം. എങ്ങനെയാണ്? ജസ്റ്റ് ഇതാ മേലെ വരിക ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ ആണ് എനിക്ക് വേണ്ടത്. ഇത് ഞാനിപ്പോൾ ഇത് ഇവിടുന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നമ്മുടെ ടൈം ലൈനിലേക്ക് ആഡായി. ഓക്കെ അല്ലേ? എന്നിട്ട് നമുക്ക് ഇത് ടൈം ലൈൻ ഇത്തിരി സൂം ചെയ്യണമെന്നുണ്ടെങ്കിലോ നമുക്ക് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈം ലൈൻ ഒന്ന് ഫുള്ളി ലെങ്തി ആയി അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നല്ല, ടൈം ലൈൻ ഒന്ന് സൂം ആവുക എന്നാണ് അർത്ഥം. അപ്പോൾ അടുത്തത് കണ്ടോ, ഒന്നും കൂടെ സൂം ആവണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പെസിഫിക് ഏരിയ ഒന്നും കൂടെ സൂം ആയിട്ട് കിട്ടും. ഇനി ഒന്നും കൂടെ നമുക്ക് ടൈം ലൈന് ഈ ഒരു എഡിറ്റഡ് ഇതിൻ്റെ അകത്ത് വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് സൂം ഔട്ട് ഇതിൽ മാനുവലി ഇങ്ങനെ ചെയ്യാൻ പറ്റും. അത് ഇതിലൊക്കെയാണ് ക്ലിക്ക് ചെയ്തെങ്കിലും നമുക്ക് മാനുവലി ഇവിടെ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് ജമ്പ് ചെയ്ത് ടൈം ലൈൻ മൊത്തത്തിൽ കാണണമെങ്കിൽ ഇതും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കൂടുതൽ അത് പറയുന്നില്ല, നിങ്ങൾ നോക്കുക. ആൾട്ട് ബട്ടണ് ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ച് മൗസ് ഒന്ന് സ്ക്രോൾ ചെയ്താലും ഇതേപോലെ സൂം ഔട്ട് ആവും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള തംബ്നെയിൽസ് ഒക്കെ ഒന്ന് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഷിഫ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഷിഫ്റ്റില്ലേ കീബോർഡിൽ. എന്നിട്ട് മൗസ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വലുതായി വരും. കണ്ടോ, താഴെ വെച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ വലുതാവും, മേലെ വെച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ വലുതാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിനനുസരിച്ച് സൂം ചെയ്ത് വെക്കാം.
ഓക്കെ. ഇനി എനിക്കൊരു വീഡിയോയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യണം. എന്നാലേ നമുക്ക് വർക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് പോകാൻ പറ്റും അല്ലേ? ഇപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ഇവിടേക്ക് ആഡ് ചെയ്തു. ഇതിൻ്റെ എൻഡിലേക്ക് ആഡ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് താഴെ ഒരു ഓഡിയോ ലെയറും കൂടെ വന്നു. കാരണം എന്താണ്? ഈ വീഡിയോയ്ക്ക് ഓഡിയോ കൂടെ ഉണ്ട്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഒരു ഓഡിയോയുടെ ഐക്കൺ കണ്ടോ? ഓക്കെ. ഇവിടെ ഒരു ഓഡിയോയുടെ ഐക്കൺ കണ്ടോ? ഇതിലാണെങ്കിൽ അങ്ങനെ ഓഡിയോയുടെ ഐക്കൺ ഇല്ല. അതിൻ്റെ അർത്ഥം അതിൽ ഓഡിയോ ഇല്ല. ഓക്കെ. ഇതിൻ്റെ അകത്ത് ഓഡിയോ ഇല്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഓഡിയോ ഇല്ല. ഇതിൽ ഓഡിയോ ഉണ്ട്, ഇതിൽ ഓഡിയോ ഉണ്ട്. അപ്പോൾ അതുപോലെ നോക്കി ചെയ്യാം. ഇനിയിപ്പം ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഓഡിയോ വേണ്ട. കാരണം എന്തെങ്കിലും ഒരു സൗണ്ട് ആയിരിക്കും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ആൾട്ട് ബട്ടണ്, ഓപ്ഷൻ ബട്ടണ് കീബോർഡിൽ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് നോക്കിയേ. അപ്പോൾ ഓഡിയോ വരില്ല, പകരം വീഡിയോ മാത്രമായിരിക്കും വരിക. ഓക്കെ അല്ലേ? ഇനി ഒരെണ്ണം കൂടി ആഡ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് ഓഡിയോ മാത്രം മതിയെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുക, ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓഡിയോ മാത്രമായിട്ട് കിട്ടും. കണ്ടോ? വീഡിയോ ഓഡിയോ വേറെ വേറെ ആയിട്ട് കിട്ടും. ഓക്കെ, അത് പോട്ടെ. ഇനി നമുക്ക് എഡിറ്റിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വീഡിയോയിൽ വേണ്ടാത്ത ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് ഇവിടുന്ന് ബാക്കോട്ടേക്കുള്ള ഭാഗങ്ങൾ വേണ്ട. അപ്പോൾ എന്ത് ചെയ്യാം? എനിക്ക് മേലെ വന്നു കഴിഞ്ഞാൽ ബ്ലേഡ് എന്ന് പറഞ്ഞൊരു ടൂൾ കാണാൻ പറ്റും. എവിടെയാണ്? ഇതാ ഇവിടെ കണ്ടൊരു ബ്ലേഡ്. ഇനി റേസർ ബ്ലേഡ്, റേസർ ടൂൾ, അങ്ങനെയൊക്കെ പല സോഫ്റ്റ്വെയറിൽ പല പേരുകളും പറയും കേട്ടോ. കട്ട് ടൂള്, ബ്ലേഡ് ടൂള്, റേസർ ടൂൾ എന്നൊക്കെ പറയും. ഇപ്പോൾ ഇവിടെ നമ്മൾ ബ്ലേഡ് എഡിറ്റ് മോഡ് എന്നാണ് കാണാൻ പറ്റുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ വന്ന് ഇവിടെ ഒരു കട്ട് ആഡ് ചെയ്യാൻ പറ്റും. കട്ട് ആഡ് ചെയ്ത ശേഷം വീണ്ടും തിരിച്ച് ഈ ആരോ ടൂളിൽ വരിക. ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്താണ്? ബി ആണ്. ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്താണ്? എ ആണ്. എ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടേക്ക് മാറിയിട്ട് ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് അടിച്ച് കഴിഞ്ഞാൽ ആയിട്ട് പോയിക്കോളും. ഇനി മുന്നോട്ടേക്കാണ് പോക്കുണ്ടെങ്കിലോ വീണ്ടും ബി അടിച്ച് ബ്ലേഡ് എടുത്ത് ഇവിടെ കട്ട് ചെയ്ത് എ അടിച്ച് ഇതിനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് അടിച്ച് അതിനെ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇതേപോലെ അറേഞ്ച് ചെയ്ത് കട്ട് ചെയ്ത് ഒഴിവാക്കി 2 വീഡിയോ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചു. അപ്പോൾ നമ്മൾ ഇതിന് പറയുന്ന പേരാണ് ബേസിക് എഡിറ്റിംഗ്. ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നതൊക്കെ മോഡിഫിക്കേഷൻസ് ആണ്. അതായത് വേണ്ടാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക, വേണ്ട ഭാഗങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുക. ഇതാണ് ബേസിക് എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കുറച്ചും കൂടെ സ്പീഡായിട്ടൊന്ന് കട്ട് ചെയ്ത് പോകണമെന്ന് എഴുതുക. ഇത്രയും ഭാഗങ്ങൾ ബാക്കോട്ടേക്ക് ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് കട്ട് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഏത് ഷോർട്ട് കട്ട് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റ് കമാൻഡ് ഓപ്പൺ ബ്രാക്കറ്റ് ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കട്ടായിട്ട് പോകും ബാക്കോട്ടുള്ള ഭാഗം. കണ്ടോ? നമ്മളപ്പോൾ ബ്ലേഡ് എടുത്ത് കട്ട് ചെയ്ത് ആരോട്ടുള്ളടുത്ത് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമല്ല. ഇനി ഇവിടെ വന്നിട്ട് മുന്നോട്ടേക്കുള്ള അല്ലെ ഈ വീഡിയോയിൽ ഇത്രയും ഭാഗങ്ങൾ ഈ പ്ലേ ഹെഡ്, ഇതിന് പറയുന്ന പേരാണ് പ്ലേ ഹെഡ് കേട്ടോ. ഈ ചുവന്ന സംഭവം ഈ പ്ലേ ഹെഡ് കഴിഞ്ഞ് മുന്നോട്ടേക്കുള്ള ഭാഗമാണ് കട്ട് ചെയ്ത് ഒഴിവാക്കണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഷിഫ്റ്റ് കമാൻഡ് ക്ലോസ് ബ്രാക്കറ്റ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ എന്താവും? മുന്നോട്ടേക്കുള്ള ഭാഗം കട്ടായിട്ട് പോകും. അപ്പോൾ ഞാനിവിടെ ആ ഷോർട്ട് കട്ട് ചേഞ്ച് ചെയ്തിട്ട് ക്യൂ ഇ എന്നുള്ള മോഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എളുപ്പമാണ്. ക്യൂ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കോട്ട് കട്ടായി പോകും, ഈ പ്രസ് ചെയ്താൽ മുന്നോട്ട് കട്ടായി പോകും. ഓക്കെ, അപ്പോൾ കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ ഒന്ന് വെബ്സൈറ്റിൽ ജോയിൻ ചെയ്താൽ മതി. ഇനി നമ്മൾ ഈ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്ത ഓരോ വീഡിയോയ്ക്കും എന്തെല്ലാം ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. അതിന് നമ്മൾ പറയുന്ന പേരാണ് വീഡിയോയുടെ സെറ്റിങ്സ് മാറ്റുക എന്നുള്ളത്. ഇൻസ്പെക്ടർ എന്നുള്ള വിൻഡോയുടെ അകത്താണ് നമ്മൾ ഈ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാം. ഏത് വീഡിയോയ്ക്കാണ് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതെന്ന് നോക്കുക. ആ വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു വീഡിയോയിലാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു റെഡ് പ്ലേ ഹെഡ് ഉണ്ടല്ലോ, അത് ആ വീഡിയോയുടെ മേലെ ആണെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഈ വ്യൂവറിൻ്റെ അകത്ത് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ആ പ്ലേ ഹെഡർ ഇവിടെ കിടക്കുന്നു, നമ്മുടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ മാറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. കാര്യം എന്താണ്? ഈ ഒരു വീഡിയോ ആണ് നമുക്കിവിടെ വ്യൂവറിൽ കാണാൻ പറ്റുക. അപ്പോൾ മസ്റ്റായിട്ട് ഈ പ്ലേ ഹെഡ് നമ്മൾ ഇതിൻ്റെ മേലെ കൊണ്ടുവച്ച ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രമാണ് നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാൻ പറ്റുക. ഇനി നമുക്ക് റൈറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്പെക്ടർ കാണാൻ പറ്റില്ലേ? നമ്മൾ ആദ്യം പറഞ്ഞൊരു സംഭവം തന്നെയാണ്. ഇൻസ്പെക്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരുപാട് സെറ്റിങ്സുകൾ കാണാൻ പറ്റും. ഇപ്പോൾ എല്ലാം തന്നെ നമ്മൾ പറയുന്നില്ല. ഇപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇൻസ്പെക്ടറിൽ ആദ്യം തന്നെ വരുന്നത് വീഡിയോ ഇൻസ്പെക്ടറാണ്. അതിൻ്റെ അത് സൂം എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ, ഈ വാല്യൂ ഇവിടെ ചെയിൻ ലിങ്ക്ഡ് ആണ്. അപ്പോൾ നമുക്കിതിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ ആസ്പെക്ട് റേഷ്യോയിൽ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പോയിന്റും, അതായത് എക്സ് വാല്യൂയും വൈ വാല്യൂയും ഒരുമിച്ച് സൂം ആവും. ഇതിൽ ക്ലിക്ക് ചെയ്ത് ബാക്കോട്ട് വലിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ സൂം ഔട്ട് ആവും. അപ്പോൾ നമുക്ക് ഇതുപോലെ സൂം ചെയ്തും സൂം ഔട്ട് ചെയ്തും വെക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണിത്. ഈ ലിങ്ക് അൺചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭാഗത്തേക്ക് മാത്രം സ്ട്രെച്ച് ആയിട്ട് കിട്ടും. പക്ഷേ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യരുത്. നമ്മുടെ വീഡിയോയോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഒരു എഡിറ്റർ ഒരിക്കലും ചെയ്യാൻ പാടില്ല. സ്ട്രെച്ച് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക്സ് ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഒരു ലോഗോ ഒക്കെ ആണെങ്കിൽ, മീൻസ് ഒരു ആരോ മാർക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്ട്രെച്ച് ചെയ്തൊക്കെ വെക്കാം. അതിന് പകരം വീഡിയോസ് ഒന്നും അങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെക്കരുത്. അപ്പോൾ ലിങ്ക് ഇവിടെ തന്നെ ഉണ്ടെന്ന് കൺഫേം ആക്കി വെക്കുക എപ്പോഴും. ഇനി ഞാനിപ്പോൾ അതൊന്ന് ഇത്തിരി സൂം ചെയ്തു, അതായത് 1.3 എന്നുള്ള അത്രയും സൂം ചെയ്തു. എനിക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗങ്ങളാണ് വീഡിയോയിൽ വരേണ്ടത്. നടുക്കുള്ള ഭാഗങ്ങൾ കുറച്ച് വലത്തോട്ട് തള്ളി നിന്നാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പൊസിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ തൊട്ട് താഴെ, ഈ പൊസിഷൻ്റെ വാല്യൂവിൽ എക്സ് വാല്യൂവിൽ ക്ലിക്ക് ചെയ്യുക. എക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വാല്യൂ ആണ് കേട്ടോ, ഈ ഒരു നേരെയുള്ള വാല്യൂ. വൈ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്കും മേലേക്കും ഇങ്ങനെ കുത്തനുള്ള വാല്യൂ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഈ പൊസിഷനിൽ ക്ലിക്ക് ചെയ്ത് എക്സ് വാല്യൂ വലത്തേക്ക് നീക്കി കഴിഞ്ഞാൽ ആ മരം സ്ക്രീനിലേക്ക് വരും. അപ്പോൾ ഇതേപോലെ എനിക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി താഴേക്ക് കുറച്ച് വേണം, അല്ലെ മേലേക്ക് വേണമെങ്കിലോ വൈ വാല്യൂവിൽ ക്ലിക്ക് ചെയ്യുക, ബാക്കോട്ട് വലിച്ചാൽ മേലേക്ക് വരും.
മുന്നോട്ടേക്ക് അതായത് വലത്തേ ഭാഗത്തേക്ക് നീക്കി കഴിഞ്ഞാൽ താഴേക്ക് വരും. അപ്പോൾ നമുക്ക് വേണ്ട ഒരു ഏരിയ നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഈ 2 കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വ്യൂവറിൻ്റെ താഴെയായിട്ട് ഒരു ഐക്കൺ ഉണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മാനുവലി മൗസ് കൊണ്ട് ഇങ്ങനെ നീക്കി വെക്കാം. കണ്ടോ? ഇതേപോലെ നീക്കി വെക്കാം. ഇനി സൂം ഔട്ടും ചെയ്യണമെന്നുണ്ടെങ്കിലോ, ഇപ്പോൾ നോർമലി ഇങ്ങനെയുള്ള ഒരു ക്ലിപ്പാണ്. നമുക്ക് സൂം ചെയ്യണമെങ്കിൽ ഈ ഒരു എഡ്ജിലൊരു പോയിന്റ് കണ്ടോ? ഇത് പിടിച്ച് ഇങ്ങനെ വലുതാക്കുകയും ഇങ്ങനെ ചെറുതാക്കുകയും ചെയ്യാം. ഇനി നമുക്ക് പഴയ പോലെ റീസെറ്റ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ പേരിലൊന്ന് ഡബിൾ ക്ലിക്ക് അടിക്കുക. കണ്ടോ? റീസെറ്റ് ആവുന്നത്. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം? ദാ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീസെറ്റ് ആവും. കണ്ടോ? ഇനി തൊട്ട് മുന്നുള്ള ഒരു ഓപ്ഷൻ, അതായത് ഞാനിപ്പോൾ ഇത്തിരി ഇങ്ങോട്ട് നീക്കി വെച്ചു. എനിക്ക് തൊട്ട് മുന്നുള്ള ഒരു സെറ്റിംഗ്സിലേക്ക് പോകണം. റീസെറ്റ് ചെയ്യേണ്ട, പകരം ഇവിടേക്ക് നീങ്ങി നിൽക്കണം എന്നാണെങ്കിൽ എനിക്ക് കമാൻഡ് ഇസെറ്റ് അടിച്ച് അണ്ടു അടിക്കാം. കണ്ടോ? ഇവിടേക്ക് വന്നു, റീസെറ്റ് ആയിട്ടില്ല. അതേപോലെ വിൻഡോസിൽ നമ്മൾ കൺട്രോൾ ഇസെറ്റ് അടിച്ച് അണ്ടു ചെയ്യാം. തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണമെങ്കിൽ കമാൻഡ് ഷിഫ്റ്റ് ഇസെറ്റ്, കൺട്രോൾ ഷിഫ്റ്റ് ഇസെറ്റ് അടിച്ച് കഴിഞ്ഞാൽ സി എന്ന് പറഞ്ഞ ബട്ടണിൽ ഇസെറ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീഡ് ആവും. കണ്ടോ? അണ്ടു, റീഡ്, അതേപോലെ റീസെറ്റ്. ഓക്കെ അല്ലേ? ഇനി ഈ സെറ്റിങ്സ് മൊത്തത്തിലൊന്ന് റീസെറ്റ് ചെയ്യണമെങ്കിലോ അതാ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്താൽ മൊത്തത്തിലൊന്ന് റീസെറ്റ് ആയി. കണ്ടോ? പഴയത് എങ്ങനെയായിരുന്നു ഉണ്ടായ അതേപോലെ ആവും. ഇതിൽ തന്നെ നമുക്ക് റൊട്ടേഷൻ ചെയ്യാം. ഈ ഒരു പോയിന്റ് കണ്ടോ? അതിലൊരു വള്ളിയിൽ തൂക്കിയിട്ട പോലെ ഒരു സംഭവമാണ് അല്ലേ? അതിൽ മേലെ പിടിച്ച് ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. തല തിരിച്ച് വെക്കാം, ഇങ്ങനെ വെക്കാം. റൊട്ടേഷൻ ഒന്നും അധികം പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. ഇനി അത് തന്നെ ഇതിൻ്റെ അകത്തും ഉണ്ട് കേട്ടോ. റൊട്ടേഷൻ ആംഗിൾ ഉണ്ടോ? ഇതിങ്ങനെ തിരിച്ചാലും മതി. അപ്പോൾ അതും അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ പിച്ച് ചെയ്യാവുന്നൊക്കെ പറയുന്ന ഓപ്ഷൻസ് ആണ്. ഇതാ ആങ്കർ പോയിന്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് കൂടുകയുള്ളൂ. നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർഡറായിട്ട് അത് പഠിക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ മേൽഭാഗത്തിരി കട്ടണമെങ്കിൽ ഈ ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ? ക്രോപ്പിൻ്റെ അകത്ത് വരിക. ലെഫ്റ്റ് സൈഡിൽ ഇതേപോലെ കട്ട് ചെയ്യാം, റൈറ്റ് സൈഡ് കട്ട് ചെയ്യാം, ടോപ്പിൽ താഴേക്ക് കട്ട് ചെയ്യാം, ബോട്ടം കട്ട് ചെയ്യാം. അപ്പോൾ ഇത് മൊത്തം റീസെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്ന് റീസെറ്റ് ചെയ്യാം. സിംഗിൾ ആണെങ്കിൽ ഇത് റീസെറ്റ് ചെയ്യാം. ഓക്കെയാണ്. അപ്പോൾ ഞാൻ മേലെ ഇത്തിരി ക്രോപ്പ് ചെയ്തു, താഴെ ഇത്തിരി ക്രോപ്പ് ചെയ്തു. അപ്പോൾ സിനിമാറ്റിക് ലുക്ക് കിട്ടും അല്ലേ? ഇതേപോലെ വൈഡായിട്ട് കിട്ടും. സാധാരണ അതിൽ നമ്മൾ 4K ഒക്കെ ആകുമ്പോൾ ഇവിടെ 200 എന്നുള്ളൊരു വാല്യൂ ആണ് കൊടുക്കുക. താഴെ അതേപോലെ 200 എന്നുള്ളൊരു വാല്യൂ കൊടുക്കും. HD ആണെങ്കിൽ 100 എന്നുള്ളൊരു വാല്യൂ ആണ് കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് സെറ്റിങ്സ് ഒക്കെ ചെയ്തു അല്ലേ? രസമായിട്ടുണ്ട്. ഇനി എനിക്ക് ഈ ഒരു സെറ്റിങ്സ് അടുത്ത ക്ലിപ്പിലേക്ക് കൂടെ വേണമെന്ന് കരുതുക. അതായത് ഈ ക്രോപ്പിംഗ് അടുത്തതിലേക്കും വേണം. അതേപോലെ ചെറിയ കളർ ഗ്രേഡ് ചെയ്ത് റൊട്ടേഷൻ ചെയ്തൊക്കെ ഇതിലേക്കും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഓരോന്നിൽ ഇങ്ങനെ കട്ട് ചെയ്ത് പോകാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലേ. അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് എഫക്റ്റിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ എഫക്ട്സിൻ്റെ അകത്ത് തന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾ പുതിയ വേർഷനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഷിഫ്റ്റ് സ്പേസ് അടിച്ചിട്ട് അഡ്ജസ്റ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ കാണാൻ പറ്റും. കണ്ടോ? അത് ഇവിടേക്ക് ആഡ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ടാലും മതി. രണ്ടും ഒരേ എഫക്റ്റ് ആണ്. ഇത് നമുക്ക് എത്രത്തോളം ദൂരം വേണമെന്ന് വെച്ചാൽ അത്രത്തോളം സെറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ താഴെയുള്ള ലെയറും അത് എഫക്റ്റ് ചെയ്യും. കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഇതൊന്ന് റീസെറ്റ് ചെയ്യാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഇൻസ്പെക്ടറിൽ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ പ്ലേ ബട്ടൺ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ചുറ്റിലും ഒരു റെഡ് ബോർഡർ വന്നു എന്ന് കാര്യം കൺഫേം ആക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ക്രോപ്പ് ഇത്തിരി കയറ്റിയിട്ടു. ഓക്കെ, ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ്. ഇനി ഞാൻ മുന്നോട്ടേ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിലും അത് അപ്ലൈ ആയി. കണ്ടോ? ഈസി അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഞാൻ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിനൊന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് താഴെയുള്ള സംഭവങ്ങൾ റൊട്ടേറ്റ് ആകും. കണ്ടോ? അതേപോലെ സൂം ചെയ്താലും അത് ബാധിക്കും. പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാലും ഒക്കെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പിൻ്റെ താഴെയുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ അത് ബാധിക്കും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ ക്രോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാണ്. ഇനി എനിക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്ന് കരുതുക. ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാം? ഞാൻ ഈ പറഞ്ഞ എഫക്റ്റിൻ്റെ അകത്ത് തന്നെ വരിക. ടൈറ്റിൽസ് കാണാൻ പറ്റും. അതിന് ടെക്സ്റ്റ് പ്ലസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഇത് ഡിഫോൾട്ടാണ്. ബാക്കിയെല്ലാം എന്ന് പറഞ്ഞാൽ ഒരുപാട് എഫക്റ്റുകളാണ്. നിങ്ങൾക്ക് ഇതിന് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലം ഒരു ബേസിക് ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ടെക്സ്റ്റ് പ്ലസ് ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. വേണ്ട അത്രയും ലെങ്ത്തിൽ സെറ്റാക്കി വെച്ചു. ഇവിടെ വരെ മതി എന്ന് കരുതുക. അപ്പോൾ ഞാൻ ഇവിടെ വരെ സെറ്റാക്കി വെച്ചു. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാണ്. എങ്ങനെയാണ്? ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെയാണ് വീഡിയോയുടെ അണ്ടറിലായിട്ട് കേട്ടോ. ഞാൻ ഇതിന് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ടാക്ക് വോൾഫ് എന്നുള്ളൊരു പേര് കൊടുത്തു. ഇനി എനിക്ക് ഇതിൻ്റെ ഫോണ്ട് സ്റ്റൈലൊക്കെ മാറ്റണമെങ്കിൽ ഇതാ ഇവിടെ ഫോണ്ട് കണ്ടോ? അതിങ്ങനെ മാറ്റി കൊടുത്താൽ നമുക്ക് വേണ്ട ഒരു സ്റ്റൈലിലേക്ക് കിട്ടും. കൂടുതൽ ഫോണ്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഒരു ഇതൊക്കെ ഇതിൻ്റെ അകത്ത് പ്രീസെറ്റ് ആയിട്ട് ഉണ്ടാവും. പിന്നെ റെഗുലർ ആണോ ഇറ്റാലിക് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ മാറ്റാം. തൊട്ട് താഴെ കളർ മാറ്റാനുള്ള ഓപ്ഷനാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കളർ മാറ്റാൻ പറ്റും. ഇതേപോലെ നമുക്ക് വേണ്ട ഒരു കളർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ സൈസ്, അതേപോലെ ട്രാക്കിങ്, ഇത് എത്ര ദൂരം ഇങ്ങനെ വിട്ട് നിൽക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ 2 ലൈൻ ഉണ്ടെങ്കിൽ ലൈൻ സ്പേസിങ് ചെയ്യാം. ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളൊക്കെ നോക്കുക കേട്ടോ. കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഞാൻ കൂടുതൽ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ വരുന്ന ക്ലാസ് അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആണ്. പ്രൊഫഷണൽ ലെവലിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതുപോലെ ഒരുപാട് സെറ്റിങ്സ് ഒക്കെ ഇതിൻ്റെ അത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അത് ലേഔട്ട്, ട്രാൻസ്ഫോം, ഷെയ്ഡിംഗ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സെറ്റിങ്സ് വരുന്നുണ്ട്. അപ്പോൾ വിശദമായിട്ട് നമുക്ക് ആ ക്ലാസ്സിൽ പറയാം. ഇല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി ഈ ഒരു വീഡിയോയ്ക്ക് നമുക്ക് വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ
സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ തൊട്ടിപ്പുറകിലെ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സൂം ഔട്ട് പൊസിഷനൊക്കെ ഇവിടെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അകത്തും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിനകത്ത് ചെറിയ ആനിമേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ ഈ കീ ഫ്രെയിം യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് കളർ ഗ്രേഡിംഗ് ഉണ്ട്, മെയിനായിട്ട് VFX ചെയ്യാൻ വേണ്ടി ഫ്യൂഷൻ പേജ് ഉണ്ട്, ഓഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ വേണ്ടി ഫെയർലൈറ്റ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ബേസിക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എഡിറ്റ് ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ തന്നെ ധാരാളമായിരിക്കും. ഇനി കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചിട്ട് നല്ലൊരു എഡിറ്റർ ആണെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഫീസിൻ്റെ ഡീറ്റെയിൽസ്, ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഈ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇതേപോലെ വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.